ഹലോ. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ അടുത്താണല്ലോ നമ്മുടെ CBSE 12ന്റെ റിസൾട്ട്സ് ഒക്കെ വന്നത്. ഇപ്രാവശ്യത്തെ നമ്മുടെ റിസൾട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മള് ഇപ്രാവശ്യം മാനുവൽ ആൻസർ ഷീറ്റ് കറക്ഷന് പകരം ഒരു ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു OSM എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് മാറി. എക്സാമിന് ശേഷം ആൻസർ ഷീറ്റ്സ് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ കോപ്പി ആക്കി അതൊരു സെക്യൂർഡ് പോർട്ടലിൽ വെച്ച് കറക്ഷൻ ആക്സസ് വേണ്ട ആൾക്കാർക്ക് മാത്രം ആക്സസ് കൊടുത്ത് ആ ഡിജിറ്റൽ സ്കാൻഡ് കോപ്പിയിലാണ് വാലുവേഷൻ നടക്കുക. ഈ വർഷം അത് +2 വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മെയ് 23 എക്സിൽ വേദാന്ത് എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലിന് ഒരു ത്രെഡ്, ആ ത്രെഡ് പറയുന്നത് ഞാനൊരു +2 സ്റ്റുഡന്റ് ആണ്, എന്റെ റിസൾട്ട് വന്നു, അതിന്റെ റീവാലുവേഷൻ, എന്റെ ഫിസിക്സ് എക്സാമിന്റെ മാർക്ക് കുറഞ്ഞതായിട്ട് തോന്നിയോണ്ട് റീവാലുവേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇവര് എനിക്ക് എന്റെ പേപ്പറിന്റെ ഡിജിറ്റൽ കോപ്പി അയച്ചു തന്നു. പക്ഷെ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി അയച്ചു തന്നപ്പോൾ ഈ ഡിജിറ്റൽ കോപ്പിയിൽ വന്ന ആൻസർ ഷീറ്റ് അയാളുടെ അല്ല എന്നാണ് പറയുന്നത്. അതായത് ആ കിട്ടിയ റിവാലുവേഷന് വേണ്ടി അയച്ചു തന്ന ആൻസർ ഷീറ്റ് തന്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഈ ഹാൻഡിലുള്ള വേദാന്ത് എന്ന് പറഞ്ഞ മിച്ച കുട്ടി, ഒരു +2 സ്റ്റുഡന്റ് ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇതിന്റെ കുറെ എവിഡൻസ് ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ത്രെഡ്, അത്യാവശ്യം ഇതിനൊരു ട്രാക്ഷൻ കിട്ടി. പക്ഷെ കുട്ടി റേസ് ചെയ്ത ഇഷ്യൂവിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് പകരം നാട്ടുകാർ മൊത്തം ചെയ്ത എന്താണെന്നറിയോ, ഈ പ്രൊഫൈല് ഫേക്ക് ആണ്, ഇത് ഒരു പാകിസ്ഥാനി ആണെന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തു. ഇത് നാട്ടുകാർ മാത്രമല്ല സ്പ്രെഡ് ചെയ്ത്, ഈവൻ നമ്മുടെ DDന്റെ ഒരു ജേർണലിസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു ആങ്കർ പോലും ഈ പ്രൊഫൈൽ പാകിസ്ഥാനിൽ നിന്നാണോ എന്നുള്ള സംശയത്തോടു കൂടി ട്വീറ്റ് ചെയ്ത് അത് അങ്ങോട്ട് ആ ട്വീറ്റാണ് പിന്നെ വൈറലായത്. പക്ഷെ ഇപ്പൊ എന്തായി, പിന്നെ അത് നമുക്ക് തെളിഞ്ഞു ഒരു ഇന്ത്യൻ തന്നെയാണ്, ഇതൊരു ജെന്യുവൻ ഇഷ്യൂ ആണ്. CBSE എന്നിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി കറക്റ്റ് പേപ്പർ അയച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന സംഗതി, എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ ജസ്റ്റ് ബിക്കോസ് ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് മാത്രം പാകിസ്ഥാനിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഈ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എക്സിൽ തന്നെയുള്ള വേറൊരു പ്രൊഫൈൽ, ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു, ഒരു എക്സ്പ്ലെയിനർ ഇട്ടിട്ടുണ്ട്. അതായത് ഫെബ്രുവരിയിൽ തന്നെ അവരുടെ ഈ സിസ്റ്റത്തിൽ മേജർ വൾണറബിലിറ്റീസ് കണ്ടെത്തിയിട്ട്, അതായത് വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ആർക്കും, കുറച്ച് ടെക്നോളജി അറിയുന്ന ആർക്കും ഈ സിസ്റ്റത്തിന്റെ ബാക്ക് എൻഡിൽ ആക്സസ് ചെയ്ത് ഈവൻ മാർക്ക് പോലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് മനസ്സിലാക്കിയിട്ട് അത് ഇതിന്റെ ഡെവലപ്പറിനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അറിയിച്ചിരുന്നു. എന്നിട്ട് പക്ഷെ അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതിനെതിരെ ഇപ്പൊ നമ്മുടെ മേജർ ലീഡേഴ്സ് ഒക്കെ, ഇവൻ നമ്മുടെ CM വരെ ഇതിനെതിരെയായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.